ഫ്രണ്ട്സ്, അഷ്റഫ് ചിറ്റാറയിൽ, പാലക്കാട്. വർഷം 2018. സൺ മ്യൂസിക്കിലെ 2 അവതാരകർ ഒരു ഷോയ്ക്കിടെ തമാശ എന്നോണം ഒരു കമന്റ് പാസ്സാക്കുന്നു. സൂര്യ അമിതാഭ് ബച്ചന്റെ കൂടെ എങ്ങാനും അഭിനയിക്കേണ്ടി വന്നാൽ എന്താകുമോ എന്തോ. അനുഷ്കയുടെ കൂടെ തന്നെ സ്റ്റൂൾ ഇട്ടാണ് അഭിനയിച്ചത് എന്നാണ് പറയുന്നത്. സംഭവം ഫാൻസ് ഏറ്റെടുത്തു, കോലാഹലമായി. വിശാൽ ഉൾപ്പെടെ രംഗത്ത് വരികയുണ്ടായി. കാരണം വിജയ്, വിശാൽ, സൂര്യ എന്നിവർ 3 പേരെയും നിറം, പൊക്കം അങ്ങനെ പലതിനും കളിയാക്കലുകൾ തമിഴ് സിനിമാ ഫീൽഡിൽ നിന്ന് തന്നെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഇത്തവണ ഫാൻസ് കൈവിട്ടുപോയി. പല പ്രതിഷേധങ്ങളും അതിനെതിരെ ഉണ്ടായി. അന്ന് അവരെ സമാധാനിപ്പിക്കാൻ സൂര്യ തന്നെ നേരിട്ടെത്തി. അദ്ദേഹം ഇത്രമാത്രമാണ് അവരോട് പറഞ്ഞത്: നിങ്ങളുടെ സമയം സമൂഹത്തിന് ഉപകാരമുള്ള എന്തിനെങ്കിലും ഉപയോഗിക്കാൻ നോക്കണം. ഒരു രീതിയിൽ പറഞ്ഞാൽ വിട്ടുകളയണം. അന്ന് അദ്ദേഹം ആ പോസ്റ്റിനോടൊപ്പം ചേർത്ത ഹാഷ്ടാഗ് അൻപാന ഫാൻസ് എന്നായിരുന്നു. തൻ്റെ ആദ്യ പടം ഉദയം തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങിയപ്പോൾ നേരെ വന്ന ഒരു ആരാധകന്റെ വാക്കുകൾ സൂര്യ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പടം നന്നായിട്ടുണ്ട്, നിങ്ങൾ നന്നായി ചെയ്തു എന്ന് പറയാനായിരിക്കും വരുന്നത് എന്ന് കരുതി. എന്നാൽ അയാൾ വന്നു പറഞ്ഞത് മോശമായിട്ടുണ്ട് എന്നായിരുന്നു. പിന്നീടും പലതവണ സൂര്യ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ദയവ് ചെയ്ത് ഇനി അഭിനയിക്കരുത്. ഒരു പത്രം എഴുതുക വരെ ഉണ്ടായി, നിങ്ങൾ ഇനി ഡാൻസ് കളിക്കാതെ ഇരുന്നാൽ അത്രയും നല്ലത്. വാരണം 1000 ഓഡിയോ ലോഞ്ചിലേക്ക് പോയാൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്: ഈ സിനിമ എനിക്ക് സ്പെഷ്യലാണ്. കാരണം എന്നെ തേടി വന്ന ഞാൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു വന്ന ആദ്യ സിനിമയാണ് വാരണം 1000. പലപ്പോഴും അദ്ദേഹം ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയർ ആയിരുന്നു. പലതവണ അവസരം കിട്ടാതെ അടുത്ത കളിക്കുള്ള പ്ലേയിങ് 11 താനും ഉണ്ടാകുമെന്ന് കരുതി അദ്ദേഹം ഇരുന്നിട്ടുണ്ടാവും. സൂര്യ എന്ന നടനിൽ നിന്ന് മാറിയാൽ ജ്യോതിക ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യമുണ്ട്: എൻ്റെ മകന് സൂര്യയുടെ പകുതി ഗുണങ്ങൾ ലഭിച്ചാൽ ഞാൻ ഹാപ്പിയാണ്. അത് വലിയൊരു അംഗീകാരമാണ്. കോടീശ്വരൻ പരിപാടിയുടെ ഒരു എപ്പിസോഡിൽ ഹോട്ട് സീറ്റിലിരിക്കുന്ന പയ്യനോട് സൂര്യ ചോദിക്കുന്നുണ്ട്: നിങ്ങൾ ആരുടെ ഫാനാണ്? ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം തോന്നരുത്, ഞാനൊരു വിജയ് ഫാനാണ് എന്ന് ആ പയ്യൻ മറുപടി പറയുമ്പോൾ വളരെ സന്തോഷമെന്ന് പറഞ്ഞ് സൂര്യ കൈയടിക്കുന്ന രംഗമുണ്ട്. അതിനൊപ്പം ആ പയ്യൻ ചോദിക്കുന്നുണ്ട്: വിജയ് നല്ലവനാണോ എന്ന്. ചിരിച്ചുകൊണ്ട് അതിനുള്ള മറുപടിയുണ്ട്: വിജയ് എന്തിനാ മോശക്കാരനാവുന്നത്? ഞാൻ വിജയുടെ ഓരോ വളർച്ചയും കണ്ടിട്ടുണ്ട്. അകരം തുടങ്ങുന്ന സമയത്ത് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ വിളിച്ചപ്പോൾ ഒരു മടിയും താമസവും കൂടാതെ വന്ന് ഞങ്ങളെക്കാൾ മനോഹരമായിട്ടാണ് അദ്ദേഹം അത് ചെയ്തു തന്നത്. ആരെപ്പറ്റി അദ്ദേഹത്തോട് ചോദിച്ചാലും അഭിപ്രായങ്ങളുണ്ട്, ഒഴിഞ്ഞു മാറാറില്ല. തുപ്പരിയം ആനന്ദ് ഗൗതം മേനോന്റെ ഡ്രീം പ്രൊജക്റ്റ് ആണെന്ന് കേട്ടിരുന്നു. പിന്നീട് ഒരിക്കൽ ധ്രുവ നക്ഷത്രം പൂജ വരെ കഴിഞ്ഞപ്പോൾ അതും ഇതും ഒന്നാണ് എന്ന് കരുതിയിരുന്നു. സൂര്യ എന്ന നടന്റെ തിരിച്ചുവരവ് ആഗ്രഹിച്ചിരുന്ന സമയത്തായിരുന്നു ആ പടത്തിന്റെ തുടക്കവും ഒടുക്കവും. എന്നാൽ ഒരു പരിപാടിയിൽ സൂര്യ അതിനെപ്പറ്റി പറയുമ്പോഴും ഞങ്ങൾക്കിടയിൽ ഇപ്പോഴും ഒരു അടുപ്പമുണ്ട്, എത്രയും വേഗം ഞങ്ങൾ ഒരുമിച്ച് വരും എന്ന് മാത്രമായിരുന്നു. അപ്പോഴും ഒരു പഴിചാരലും കണ്ടിരുന്നില്ല. കാരണം 2009 അയന്റെ വിജയത്തോടു കൂടി തമിഴിലെ ഏറ്റവും മൂല്യമുള്ള താരത്തിൽ നിന്നും അദ്ദേഹം വീണു പോവുകയായിരുന്നു. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പല തിരഞ്ഞെടുപ്പുകളും വലിയ രീതിയിൽ പാളിപ്പോയി. ഒരിക്കൽ പരീക്ഷിച്ചു വിജയിച്ച കൂട്ടുകെട്ടുകൾ പോലും അപ്രതീക്ഷിത പരാജയം നൽകി. എന്നാൽ NGKയും താനാ ചേർന്ന കൂട്ടവും കാപ്പാനും കങ്കുയും ഒക്കെ തിരിച്ചുവരവ് ഉറപ്പിച്ച പടങ്ങളായിരുന്നു. എന്നാൽ അവയും വീണുപോയി. പക്ഷേ അദ്ദേഹം തിരിച്ചു വരുമെന്ന് ഉറപ്പാണ്. കാരണം കരിയറിൻ്റെ തുടക്കത്തിൽ അഭിനയിക്കാൻ അറിയില്ല, നടക്കാൻ അറിയില്ല, സ്റ്റൈലായി ചിരിക്കാനും കൂടി ആവില്ല, ഡാൻസ് വഴങ്ങില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയെടുത്ത് നിന്ന് പറന്നു പൊങ്ങിയവനാണ് അയാൾ. എന്ന മനുഷ്യനിലേക്ക് വന്നാൽ അകരം ശിവകുമാർ കുടുംബം ഒരുമിച്ച് നിന്ന് തെളിച്ചു വെച്ച ഒരു വെളിച്ചമാണ്. അതുപോലെ അയാൾ തന്നെ മുന്നിട്ടിറങ്ങി തുടക്കം കുറിച്ച ഒന്നാണ് തമിഴിലെ ആദ്യത്തെ OTT റിലീസ്. ഇനിയുള്ള അദ്ദേഹം നിർമ്മിക്കുന്ന പടങ്ങളുടെയും റിലീസ് വിലക്കുമെന്ന് പ്രതിഷേധം വന്നിട്ട് പോലും
പൊന്മകൾ വന്നാൽ റിലീസുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്തു. ചിലരങ്ങനെയാണ്, എത്രത്തോളം തോറ്റുപോയാലും ചില വെളിച്ചങ്ങൾ കത്തിച്ചിടും, അവർക്കൊപ്പം മറ്റുള്ളവർക്കും നടക്കാൻ. ഇങ്ങനെയൊക്കെ കൊണ്ടാണ് സൂര്യ അത്രമേൽ ഇഷ്ടമുള്ള ഒരാളാകുന്നത്. സൂര്യ. താങ്ക് യു ജയചന്ദ്രൻ. ഓക്കെ ഫ്രണ്ട്സ്, വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. അശോക് ചിറ്റാറിൽ, പാലക്കാട്.